നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ലോക കൊതുക് ദിന ജില്ലാതല ഉദ്ഘാടനം നടുവണ്ണൂർ ഗ്രീൻ പരാസോ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബാലുശ്ശേരി MLA VT സൂരജ് ഉദ്ഘാടനം ചെയ്തു. ലോക കൊതുകു ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടുവണ്ണൂർ ഗ്രീൻ പരൈസോ ഓഡിറ്റോറിയത്തിൽ ബാലുശ്ശേരി MLA VT സൂരജ് നിർവഹിച്ചു. ഉദ്ഘാടകനായി വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ചത് എന്താണ് ഈ കൊതുക് ദിനം, ആ കൊതുക് ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. സ്വാഭാവികവും കൊതുക് ദിനം അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായി നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെങ്ങനെ ചിന്തിക്കും, നമ്മളെവിടെയെങ്കിലുമൊക്കെ നോക്കും, നമ്മൾ അറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. കൊതുകിൻ്റെ ഒരു പ്രയാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വളരെ ചെറിയ, നമുക്ക് കൈകൊണ്ട് ഒന്ന് പറന്നു നടന്നാൽ കൈകൊണ്ട് ആ മൂളലും പറക്കലും കണ്ടാൽ കൈകൊണ്ട് അടിച്ചു കൊല്ലാവുന്ന, മനുഷ്യന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന വളരെ ചെറിയൊരു ജീവിയാണ് നമ്മുടെ കണ്ണിലും ശരിക്കും കൊതുക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ കൊതുക് ഉണ്ടാക്കുന്ന ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ വെല്ലുവിളി, ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പോലും സാധിക്കുന്ന, എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവികളിൽ ഒന്നായിട്ട് കൊതുകിനെ നമ്മൾ കാണേണ്ടി വരും. ചെറിയ ജീവിയാണ്. കേരളവും ലോകവും ഒക്കെ വിറങ്ങലിച്ച വലിയ രോഗങ്ങൾക്ക് കാരണമായ വളരെ ചെറിയ ജീവി, മനുഷ്യന്റെ രക്തം ഊറ്റി കൊടുക്കുന്ന ജീവി. ചിക്കൻ ഗുനിയൊക്കെ വന്ന സമയത്ത് നമ്മളൊക്കെ വലിയ പ്രതിസന്ധിയിലായി പോയിട്ടുണ്ട്, വെല്ലുവിളിയിലായി പോയിട്ടുണ്ട്, പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യ ജീവന്റെ ആവശ്യം എടുക്കാൻ പോലും കെൽപ്പുള്ള അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന വളരെ അപകടകാരിയായ ഒരു ജീവിയുടെ കുറിച്ചുള്ള ഒരു പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൊതുക് നിർമ്മാർജ്ജനത്തെ കുറിച്ചും കൊതുക് വളരുന്നത് തടയുക എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ദിനം ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു, 1897 ബ്രിട്ടീഷ് ഡോക്ടറായ റൊണാൾഡ് റോസ് അദ്ദേഹം ഇന്ത്യയിലെ സെക്കന്ദരാബാദിൽ വെച്ച് മലേറിയ രോഗങ്ങൾക്ക് കാരണം എന്താണ് എന്ന് അന്വേഷിച്ച സമയത്ത് അത് കൊതുകാണ് അതിന്റെ കാരണമെന്ന് കണ്ടെത്തുകയാണ്. ഒരു ആഗസ്റ്റ് 20 1897. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ VP രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖനാണ് ഈ കൊതുക്. അപ്പോൾ കൊതുക് നമുക്കൊരു പ്രശ്നക്കാരനാണ്. പക്ഷെ നമ്മളെല്ലാം കൊതുകിന് വളരാനുള്ള സാഹചര്യം നമ്മുടെ പരിസരത്ത് ഉണ്ടാക്കി വെച്ചു. നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രമുഖമായിട്ട് ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ. എല്ലാം നിങ്ങൾ കേട്ടിരിക്കുന്നത് തന്നെയാണ്. ഡെങ്കിപ്പനി, പിന്നെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ചിക്കൻ ഗുനിയ. ഡെങ്കിപ്പനി ഇപ്പോഴും സജീവമായി ഉണ്ട്. ചിക്കൻ ഗുനിയ നമുക്കിപ്പോൾ കാണാനില്ല. നമ്മളത് ഒരു കാലത്ത് വളരെയധികം വിഷമിച്ചതായിരുന്നു. ചിക്കൻ ഗുനിയായി വളരെ മുതിർന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ പ്രയാസങ്ങളൊക്കെ. മലേറിയ, നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്നതാണ് മലേറിയ. പിന്നെ വായിലൊതുങ്ങാത്ത കുറച്ച് പേരുകളുള്ള അസുഖങ്ങളുണ്ട്, ഇംഗ്ലീഷ് പേരുകളാണ്. വെസ്റ്റ് നൈൽ ഫീവർ, ജാപ്പാനീസ് എൻകെഫലൈറ്റിസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ഇതൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന്. പക്ഷേ ഈ രോഗങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ സജീവമായി ഉണ്ട്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ജനുവരി മാസം തൊട്ട് കണക്കുകൾ നോക്കുമ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ ഏപ്രിലിലൊക്കെ ആകുമ്പോൾ 30-40 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഇടയ്ക്ക് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഇതാകുമ്പോഴേക്ക് ഈ മാസങ്ങളിൽ 1500 കൺഫേം സ്ഥിരീകരിച്ച ഡെങ്കിപ്പനി കേസുകളുണ്ട്. 300-ലധികം ഡെങ്കിപ്പനിയാണോ സംശയിക്കുന്ന രോഗികളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ കാലയളവിൽ മഴക്കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. ഒഴുകിപ്പോകുന്ന വെള്ളമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും പരിസരത്തൊക്കെ വെള്ളം ചെറിയ തോതിൽ കെട്ടി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതിൽ കൊതുകിന് വളരാനുള്ള സാഹചര്യമുണ്ട്.
നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ സാജിറ അനസ്, കൃഷ്ണദാസ് ചീടത്തിൽ, ജസീറ മാവോളി, മെമ്പർമാരായ AP ഷാജി മാസ്റ്റർ, മുഹമ്മദ് അലി ചാത്തോത്ത്, ദിൽഷ മക്കാട്ട്, സൗദ ഉള്ളിയേരി, സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിൻസെന്റ് ജോർജ്, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഡോക്ടർ ബവില L, ഉള്ളിയേരി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, DVC യൂണിറ്റ് ഹെൽത്ത് സൂപ്പർവൈസർ ഹരികുമാർ P, അസിസ്റ്റന്റ് എൻഡമോളജിസ്റ്റ് സതീഷ് കുമാർ കോലിക്കര, നടുവണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് NT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നടുവണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്ര മുകുന്ദൻ CM സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് KP നന്ദി പറഞ്ഞു. ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, സോണൽ എൻഡമോളജി യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ എൻഡമോളജി പ്രദർശനം, ആശാമാർ അവതരിപ്പിച്ച ലഘുനാടകം, വിദ്യാർത്ഥികളുടെ പോസ്റ്റർ രചനാ മത്സരം, പ്രശ്നോത്തരി എന്നിവ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ചിരട്ടകൾ, പഴയ ടയറുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പൂച്ചെട്ടികൾ എന്നിവയെല്ലാം കെട്ടിക്കിടക്കുന്ന വെള്ളം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.